UDFിന്റെ സിറ്റിംഗ് സീറ്റായ കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ തന്നെ ജനവിധി തേടുമെന്ന് RSP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. NK പ്രേമചന്ദ്രനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും UDF തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിനു പിന്നാലെയാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കൊല്ലത്തെ CPMലും ആരംഭിച്ചത്. മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് മേൽക്കൈ സമ്മാനിച്ച ജില്ലയാണ് കൊല്ലം. അതിന് ചുക്കാൻ പിടിച്ചത് അന്ന് CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന KN ബാലഗോപാലായിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭയിലേക്ക് KN ബാലഗോപാലിനെ മത്സരിപ്പിച്ചാൽ മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. CPI അടക്കമുള്ള മറ്റ് ഘടകകക്ഷികളും KN ബാലഗോപാലിനെ പിന്തുണയ്ക്കുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമേന്ദ്രനോട് പരാജയപ്പെട്ട CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയെ ഒരിക്കൽ കൂടി മത്സരിപ്പിക്കണമെന്ന ആവശ്യവും CPMലെ ഒരു വിഭാഗം ഉയർത്തിയിരുന്നു. എന്നാൽ മത്സരിക്കാനില്ലെന്ന് MA ബേബി തന്നെ വ്യക്തമാക്കിയതോടെ KN ബാലഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പായി. അതേസമയം കൊല്ലം ലോക്സഭാ സീറ്റിൽ NDA ഘടകകക്ഷിയായ BDJS അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും BJP നേതൃത്വം അന്തിമ തീരുമാനം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. ഈഴവ ഭൂരിപക്ഷ മണ്ഡലമായ കൊല്ലത്ത് സ്വന്തം സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയുണ്ടെന്നാണ് BDJSന്റെ അവകാശവാദം. എന്നാൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി നേട്ടം കൊയ്യണമെന്ന അഭിപ്രായവും BJPയിലുണ്ട്. മുൻ ജില്ലാ കളക്ടർ CV ആനന്ദബോസിന്റെ പേര് ഒളിഞ്ഞും തെളിഞ്ഞും BJP ക്യാമ്പിൽ നിന്നും കേൾക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് ബൈപ്പാസ് വഴികളൊന്നുമില്ലെങ്കിലും ഇത്തവണ കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായക വിഷയമാകാൻ പോകുന്നത് കൊല്ലത്ത് അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഒരു ബൈപ്പാസ് റോഡ് തന്നെയാകും. കൊല്ലം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കശുവണ്ടി ഉൾപ്പെടെയുള്ള പരമ്പരാഗത വ്യവസായങ്ങളുടെ ഒരു കേന്ദ്രമാണെങ്കിലും നവീന വികസനങ്ങളുടെ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം കടന്നു വരും എന്നുള്ളത് ഉറപ്പാണ്. NK പ്രേമചന്ദ്രന് മുന്നിൽ ഇനിയൊരു പരാജയമെന്നത് CPMന് സഹിക്കാവുന്നതിനുമപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ആവനാഴിയിലെ സർവായുധങ്ങളും രംഗത്തിറക്കിയുള്ള പോരാട്ടത്തിന് CPM തയ്യാറെടുക്കുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനാകും കൊല്ലം ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കുക. ക്യാമറാമാൻ സുധീഷ് പട്ടാഴിക്കൊപ്പം രഞ്ജിത്തമ്പാടി, 24 കൊല്ലം.